BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാർ പിടിയിൽ. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതികളെ പിടികൂടിയത്. फोटो लेना तो ऐसे हटा देता हूँ ना, तो हटा अब ये पूरा निकल रहा है. നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിവരങ്ങൾ? എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ആരെല്ലാമാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ? ഹർഷൻ, ഏതായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നതിനിടയിലാണ് നിതിൻ രാജിന്റെ അധ്യാപിക ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. തന്നെയും നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അധ്യാപികയുടെ പരാതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ 3 പ്രതികൾ, ഈ ലോൺ ആപ്പ് നടത്തിപ്പിന്റെ പ്രധാന ആളുകളാണ് ഇവർ എന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് പറയുന്നത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്നായിരുന്നു ഈ ലോൺ ആപ്പിന്റെ പേര്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന വിവരം ഇൻസ്റ്റാ പേ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന പേരിലാണ് ഈ ലോൺ ആപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നടത്തിപ്പുകാരായ പ്രധാന പ്രതികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഖാസിയാബാദ് സ്വദേശി ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി പ്രശാന്ത് ഖേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം നോയിഡയിൽ വെച്ച് കണ്ണൂർ സിറ്റി സൈബർ പോലീസിൻ്റെ ടീം പിടികൂടിയത്. കണ്ണൂരിൽ നിന്നുള്ള 3 ഉദ്യോഗസ്ഥരാണ്. സൈബർ ക്രൈം പോലീസ് SI മിഥുൻ SV, CPOമാരായ സുനിൽ K, ദിജിൻ രാജ് എന്നിവരാണ് നോയിഡയിലെത്തി ഈ പ്രതികളെ പിടികൂടിയത്. ഏകദേശം 40ഓളം പേർ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാന ഓഫീസ്, ഒരു IT പാർക്കിന് സമാനമായ രീതിയിലുള്ള ഒരു ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇവർ നിരവധി മൊബൈൽ ഫോണുകളിൽ നിന്ന് മാറി മാറി ആളുകളെ വിളിക്കുകയും ഈ ലോൺ അടക്കാൻ പറ്റാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ അധ്യാപികയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വന്നു, നിതിൻ രാജിൻ്റെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വന്നു. ഈ ഒരു തവണ കോൾ ചെയ്യുന്ന ഫോണ് തൊട്ടടുത്ത നിമിഷം ഓഫ് ചെയ്യപ്പെടുകയും മറ്റൊരു നമ്പറിൽ നിന്ന് വിളിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് എത്താൻ ഒരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ സജീവമായ ഒരു നമ്പർ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നോയിഡയിലേക്ക് കേരള പോലീസ് എത്തിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള സൈബർ പോലീസ് സംഘം അവിടെ എത്തുന്നു. ഈ നോയിഡയിലെ ഈ സ്ഥാപനം കണ്ടെത്തി നോയിഡ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവിടെ പരിശോധന നടത്തുകയാണ്. അങ്ങനെയാണ് ഈ 3 പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്. അവിടെ വലിയ സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ സാങ്കേതിക സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ഉപയോഗിച്ച് വിളിക്കുന്നതിന് പകരം സിം ബോക്സുകൾ എന്നൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. ഒരേ സമയം 30ഓളം സിമ്മുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിം ബോക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുകൂടിയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നലെ കണ്ണൂരിലെത്തിച്ച പ്രതികളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു നീക്കമാണിത്. കാരണം ഈ തരത്തിലുള്ള ലോൺ ആപ്പുകൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മരണം ഉണ്ടായതുകൊണ്ട് ഇത്രയും കർശനമായ, നിതിൻ രാജിന്റെ മരണം ഉണ്ടായതുകൊണ്ട് വളരെ വേഗത്തിലുള്ള കർശനമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത് നിരന്തരം പരാതിയായിരുന്ന, നിരന്തരം പ്രശ്നം സൃഷ്ടിച്ചിരുന്ന സംഘങ്ങളിൽ പെടുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ ഈ നീക്കം, പോലീസിന്റെ ഈ നടപടി ഏറെ നിർണായകമാണ്. ആ ഗൗരവത്തിൽ തന്നെ പോലീസ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുമുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹർഷൻ. കാരണം ഒന്നാമത്തെ കാര്യം, ഈ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്രതികളിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറ്. പക്ഷേ കണ്ണൂർ സൈബർ പോലീസ് ഇത്തവണ വളരെ പെട്ടെന്ന് എന്ന് തന്നെ പറയാം. കാരണം 5-6 ദിവസത്തിനുള്ളിൽ തന്നെ നോയിഡയിൽ പോയി പോലീസ്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും ഈ നോയിഡ പോലൊരു വലിയ പട്ടണത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഘത്തെ അവർ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുക വലിയ പ്രയാസമായിരുന്നു. പക്ഷേ പരമാവധി സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വലിയ ജാഗ്രതയിലും അതുപോലെ തന്നെ ഒരു വലിയ ഉത്തരവാദിത്തം എന്ന രീതിയിൽ കണ്ടു തന്നെ ഈ കേസിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും സൈബർ പോലീസ് ആ നിലയ്ക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെയൊരു പ്രതികളിലേക്ക് എത്തുന്നത്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ വലിയ സാങ്കേതിക വിദ്യകൾ തന്നെ ഈ തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ പോലും പ്രതികളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം ഇവർ മറ്റ് പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇൻ്റർനെറ്റ് കോളുകളൊക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ ഈ തട്ടിപ്പ് സംഘം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ ട്രേസ് ചെയ്യുക, കണ്ടെത്തുക, പിടികൂടുക എന്നതൊക്കെ വലിയ കടമ്പയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായ ഇടപെടൽ ഈ കണ്ണൂരിൽ നിന്നുള്ള സൈബർ പോലീസ് സംഘം നടത്തി അവർ കൃത്യമായി അതിനെ പിന്തുടർന്ന് പിടികൂടി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഹർഷൻ പറഞ്ഞതുപോലെ വലിയ ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.